13കാരി തസ്മിദിനെ തെരയുകയാണ് കേരളം. 29 മണിക്കൂർ പിന്നിടുന്നു. ഇപ്പോഴും കുട്ടി എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നൽകാൻ പോലീസിനും സാധിക്കുന്നില്ല. അല്പസമയം മുമ്പ് നിർണായകമെന്ന് തോന്നിക്കാവുന്ന ഒരു ലീഡിലേക്ക് പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. നാഗർകോവിൽ കുട്ടി ഇറങ്ങിയതിന് കൃത്യമായ തെളിവുകൾ CCTVയിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നാഗർകോവിലിൽ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുകയും പ്ലാറ്റ്ഫോമിലെ ടാപ്പിൽ നിന്ന് കുപ്പിയിൽ വെള്ളം ശേഖരിക്കുകയും തിരിച്ച് അതേ ട്രെയിനിൽ തന്നെ കുട്ടി കയറിയതിനും തെളിവുകളുണ്ട്. അങ്ങനെയെങ്കിൽ കുട്ടി നേരെ കന്യാകുമാരിയിലേക്കാണ് പോയത്. കന്യാകുമാരിയിൽ എത്തിയതിനു ശേഷം കുട്ടി എവിടെ പോയി എന്നുള്ളതാണ് പോലീസ് സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതനുസരിച്ച് കന്യാകുമാരിയിൽ വീണ്ടും CCTVകൾ പരിശോധിക്കുകയാണ് പോലീസ്. നേരത്തെ തന്നെ കന്യാകുമാരിയിലെത്തി CCTV അടക്കം പുറത്ത് ബസ്സുകളടക്കം പോകാനിടയുള്ള ഇടങ്ങളൊക്കെ തെരച്ചിൽ നടത്തിയതാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പോൾ ഈ നാഗർകോവിൽ നിന്ന് കിട്ടിയ ലീഡ് കണക്ട് ചെയ്തുകൊണ്ട് കൂടുതൽ തെരച്ചിലിലേക്ക് പോലീസ് സംഘം കന്യാകുമാരിയിൽ കടന്നിരിക്കുന്നു. സൈഫ് സൈനുൽ ആബ്ദീൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സൈഫ്, നേരത്തെ സൈഫ് സൂചിപ്പിച്ചതും അതായിരുന്നു, നിലവിൽ നമുക്ക് നാട്ടിലെവിടെയും തിരയേണ്ടതില്ല. കാരണം കുട്ടി ട്രെയിനിൽ കയറിയതിനും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് നാഗർകോവിൽ വെച്ച് കുട്ടിയെ കണ്ടതിനും തെളിവുകളുണ്ട്. അതുകൊണ്ട് ട്രെയിൻ വഴി എവിടെ പോയി, കന്യാകുമാരിയിൽ എത്തിയതിനു ശേഷം എങ്ങോട്ട് പോയി എന്നുള്ളത് മാത്രമാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ ഈ ഒരു ഏറ്റവും പുതിയ വിവരം ഈ കുടുംബത്തെ ധരിപ്പിച്ചിട്ടുണ്ടോ, കുടുംബത്തിന് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഇത് കണക്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കുടുംബത്തിന് പറയാനുണ്ടോ സൈഫ്? ഇല്ല, അവരുടെ അടുത്ത് ഇത് എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ അഭ്യർത്ഥന. ഇത് ഒരു പ്രധാനപ്പെട്ട വിവരമാണത്. പക്ഷെ അവർക്ക് എത്രത്തോളം ആശ്വാസം നൽകുമെന്ന് നമുക്കറിയില്ല. കുട്ടിയെ കണ്ടെത്തുന്ന ആശ്വാസത്തിനപ്പുറം വേറൊന്നും അവർക്ക് കിട്ടാനില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ അതിനകത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരട്ടെ. സർക്കാരിന്റെ തലത്തിൽ നിന്ന്, പോലീസിന്റെ തലത്തിൽ നിന്ന് അവർ ഔദ്യോഗികമായിട്ടൊന്നും അറിയത്തില്ല. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം നല്ല തിരക്കിലാണ് ഉള്ളത്. അത് പലതരത്തിലുള്ള അന്വേഷണം നടത്തി വരികയാണ്. ഇനിയിപ്പോൾ കന്യാകുമാരിയാണ് ഇതിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറാൻ പോകുന്നത്. കാരണം അവിടെ ഇറങ്ങി എന്നതിന്റെ തെളിവ് പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ CCTV വീണ്ടും പരിശോധിച്ച് വരികയാണ്. അവിടെ ഇറങ്ങാതെ വേറെ എവിടെയും പോകാൻ സാധ്യതയില്ല. കാരണം അതിനകത്ത് വേറെ സ്റ്റോപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ് അത് നടന്നിട്ടുണ്ടാവുക. അത് അല്ലെങ്കിൽ ഒരു ട്രെയിൻ ഉള്ളിൽ ഇറക്കണം. പക്ഷേ ട്രെയിൻ ഉള്ളിൽ ഇല്ല എന്നാണ് നമുക്ക് രാവിലെ, കാരണം പോലീസ് ഈ ട്രെയിൻ മൊത്തത്തിൽ പരിശോധിച്ചിരുന്നു. ട്രെയിനിനുള്ളിൽ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അവിടെ ഇറങ്ങിയിട്ട് അത് തിരികെ വരാൻ വേണ്ടിയുള്ള മാനസികാവസ്ഥയിലും തിരികെ വരാൻ വേണ്ടി തീരുമാനമെടുത്തിട്ട് ഏതെങ്കിലും ട്രെയിനിൽ കയറിയിട്ടുണ്ടോ അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവിടുത്തെ CCTV എന്തായാലും നിർണായകമാണ്. ഇനി പുറത്തുള്ള CCTV കൂടി നോക്കണം. അവിടെ ഇറങ്ങിയതായി തെളിവ് കിട്ടിയാൽ പിന്നീട് പുറത്തുള്ള CCTV, അത് കുറച്ച് CCTV ഇതിനോടകം തന്നെ നോക്കിയിട്ടുണ്ട്. രാവിലെ ആണെങ്കിൽ ഈ സ്റ്റേഷന്റെ പരിസരത്തിലുള്ള എല്ലാ ആൾക്കാരും, ഓട്ടോക്കാരടക്കമുള്ളവരെ ഈ ഫോട്ടോ കാണിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് പേരോട് ചോദിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ ഈ കൂടെ പോയ മാധ്യമപ്രവർത്തകർ, നമ്മൾ കേരളത്തിൽ നിന്ന് പോയ മാധ്യമപ്രവർത്തകർ എല്ലാവരുടെയും കയ്യിൽ ഈ ഫോട്ടോ ഉണ്ടായിരുന്നു. പോലീസ് ചോദിക്കുന്നതിനൊപ്പം പോലീസ് ചോദിക്കാതെ പോയ ആൾക്കാരോട് നമ്മൾ മാധ്യമപ്രവർത്തകർ തന്നെയാണ് ഈ ഫോട്ടോ കാണിച്ചിട്ട് കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. ആരുടെയും ഭാഗത്ത് നിന്ന് അനുകൂലമായ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിനൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഏതാണ്ട് 30 മണിക്കൂറായിട്ട് ഇത് തുടർച്ചയായി ലൈവ് ടെലികാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ മുഴുവൻ. സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടിയുടെ ഫോട്ടോ ഭയങ്കരമായി പ്രചരിച്ചിട്ടുണ്ട്. കന്യാകുമാരി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അടുത്ത സ്ഥലമാണ്. അവിടെ വന്നിറങ്ങിയ ഒരു കുട്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രചരണം കേരളത്തിലുടനീളം നടന്നിട്ടും ഏതെങ്കിലും ഒരു വിളി, നമ്മൾ നമ്പർ സഹിതമാണ്, എല്ലാ മാധ്യമങ്ങളിലും നമ്പർ കൊടുത്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്ന കാർഡുകളിൽ നമ്പറുണ്ട്. ഏതെങ്കിലും ഒരു ഫോൺ കോൾ ഈ കുട്ടിയെ ഇവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ആരെങ്കിലും എവിടെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ കുട്ടി ഞാൻ ഇന്നത് കണ്ടു എന്നൊരു ഇൻഫർമേഷൻ, ഒരു മെസ്സേജ് പോലീസിന് കിട്ടണമായിരുന്നു. അങ്ങനെ ഒരു മെസ്സേജ് പോലീസിന് കിട്ടിയിട്ടില്ല. അതാണ് കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. എന്തായാലും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം വേണ്ട. അതിന് ആധാരമായി നമ്മൾ പറയുന്നത്, സംശയം വേണ്ട എന്ന് ഉറപ്പിച്ച് പറയാനുള്ള കാരണം, നാഗർകോവിൽ കഴിഞ്ഞാൽ പിന്നീട് കന്യാകുമാരി മാത്രമേ സ്റ്റേഷൻ ഉള്ളൂ. ഇതിനിടയിൽ ഇനി ട്രെയിൻ വല്ലയിടത്തും പിടിച്ചിട്ടപ്പോൾ കുട്ടി അങ്ങോട്ടെങ്ങാണ് ഇറങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അങ്ങനെ പിടിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ അതിനുള്ള സാധ്യത വിരളമാണ്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ CCTVകൾ വീണ്ടും പരിശോധിക്കുമ്പോൾ ആ ട്രെയിൻ വന്ന സമയം മുതൽ ഒരു 15 മിനിറ്റ് നോക്കിയാൽ മതിയാകും കുട്ടി ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി.